അസ്സലാമലൈക്കും വറഹമത്തുള്ള. ഇന്ന് പറയാൻ പോകുന്നത് അക്ഷരങ്ങൾ 28 അക്ഷരം ഉണ്ടല്ലേ. ഈ അക്ഷരങ്ങൾ എവിടെ നിന്നൊക്കെയാണ് ഉച്ചരിക്കുന്നതെന്ന് അറിയില്ല. അപ്പം ത്രോട്ട് അക്ഷരങ്ങൾ, ത്രോട്ട് ലെറ്റേഴ്സ് എന്ന് പറയുന്നത് ഹുറൂഫുൽ ഹൽക്ക് എന്നറിയപ്പെടുന്ന 6 അക്ഷരത്തെ പറ്റി പറയുകയാണ്. ഇത് വേഗം മനസ്സിലാക്കാൻ പറ്റുന്നത് കാരണം എന്നുള്ള ഒരു പ്രൊനൗൺസ് വരുന്ന 6 അക്ഷരങ്ങൾ: ഹംസ, ഹാഹ്, 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 ഒയിന്, വായിന്. അപ്പോൾ ഈ ഒരു 6 അക്ഷരങ്ങൾ തൊണ്ടയിൽ നിന്നാണ് വരുന്നത്. അപ്പം പല രീതിയിൽ പല സൗണ്ടിലാണ് ഈ അക്ഷരങ്ങൾ പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ ഈ അക്ഷരങ്ങൾ വന്നാൽ നമ്മൾ ഖുർആനിൽ എങ്ങനെയാണ് ഓതേണ്ടത് എന്നാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. തൻവീനിന് ശേഷമോ സുക്കൂനുള്ള നൂനിന് ശേഷമോ ഈ അക്ഷരങ്ങൾ വന്നാൽ ആ അക്ഷരത്തെ നമ്മൾ ഇൽഹാർ ചെയ്യണം. ഇൽഹാർ എന്ന് പറയുന്നത് തെളിയിച്ചു പറയുക, ആ അക്ഷരത്തെ തെളിയിച്ചു പറയുക എന്നാണ്. ഇൽഹാർ എന്ന് പറഞ്ഞാൽ തെളിയിച്ചു പറയുക. നമുക്ക് ഖുർആനിൽ പറയപ്പെട്ട തജ്വീദുകളിൽ 70% തജ്വീദ് നിയമങ്ങൾ അനുസരിച്ച് വരുന്നത് ഈ സാക്കിനായ നൂനും അതുപോലെ തൻവീൻ അനുസരിച്ച് തൻവീനും ബന്ധപ്പെട്ടാണ് വരുന്നത്. അപ്പോൾ തൻവീൻ എന്ന് പറയുന്നത് ഉൻ, ഇൻ, അൻ എന്ന് വരുന്നത്. സാക്കിനായ നൂൻ എന്ന് പറഞ്ഞാൽ നൂനിന് സുക്കൂൻ ഇട്ട് കൊടുക്കുന്നതാണ് സാക്കിനായ നൂൻ എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് തൻവീന് ശേഷമോ സുക്കൂനുള്ള നൂനിന് ശേഷമോ ഈ 6 അക്ഷരങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് വെളിവാക്കിക്കൊണ്ട് ഉച്ചരിക്കണം എന്നാണ്. അപ്പോൾ നമ്മൾ വെളിവാക്കേണ്ട അക്ഷരം എന്ന് പറയുന്നത് സുക്കൂനുള്ള നൂൻ അല്ലെങ്കിൽ തൻവീൻ, ഹുൻ, ഹിൻ അങ്ങനെയുള്ള ആ ഒരു തൻവീൻ വരുന്ന അക്ഷരമാണ് നമ്മൾ വെളിവാക്കിക്കൊണ്ട് ഉച്ചരിക്കേണ്ടത്. ഉദാഹരണം നമുക്ക് നോക്കാം. ഇവിടെ പറയുന്ന 2 ആയത്തുകളും ഒരേ സൂറത്തിലുള്ള ആയത്തുകളാണ്. ഫഅമ്മാ മൻ സഖുലത് മവാസീനുഹു. നോക്കിയേ, ഫഅമ്മാ മൻ സഖുലത്, അവിടെ നൂനിനെ വെളിവാക്കുന്നില്ല. ഫഅമ്മാ മൻ സഖുലത് അങ്ങനെയാണ് ഓതുന്നത്. അടുത്തത് വഅമ്മാ മൻ ഖഫ്ഫത്. ഒന്നും കൂടി നോക്കിക്കോ. വഅമ്മാ മൻ ഖഫ്ഫത്, വഅമ്മാ മൻ ഖഫ്ഫത്. അവിടെ നൂനിനെ വെളിവാക്കിക്കൊണ്ടാണ് ഉച്ചരിക്കുന്നത്. കാരണം അവിടെ ഹ എന്നുള്ള അക്ഷരം വന്നതുകൊണ്ട്. ഇത് നോക്കിയിട്ട് നിങ്ങൾ സലാമുൻ ഹിയ എന്നുള്ള അവിടെ മീമിൻ്റെ തൻവീനെ നമ്മൾ വെളിവാക്കണം. സലാമുൻ ഹിയ, സലാമുൻ ഹിയ അങ്ങനെയാണ് ഓതേണ്ടത്. അടുത്തത് ഫാത്തിഹയിലുള്ള ഒരു ആയത്താണ് അൻഅംത. അൻഅംത, അൻഅംത. ആ നൂനിനെ വെളിവാക്കിക്കൊണ്ട് ഓതണം. അപ്പം ഇത്രയേ ഉള്ളൂ. മനസ്സിലാക്കാൻ വിചാരിച്ച എളുപ്പമാണ്. ഈ ഹുറൂഫുൽ ഹൽക്ക് തൊണ്ടയിൽ നിന്ന് വരുന്ന ഈ 6 അക്ഷരം ഒരു തൻവീന് സുക്കൂനുള്ള നൂനിന് മുൻപായിട്ട് ശേഷമോ തൻവീനും ശേഷമോ വന്നു കഴിഞ്ഞാൽ അതിന് മുൻപുള്ള തൻവീനോ അല്ലെങ്കിൽ ഈ സുക്കൂനുള്ള നൂനോ വെളിവാക്കിക്കൊണ്ട് ഉച്ചരിക്കുന്നതാണ് ഇൽഹാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇനി മുതൽ ഓതുക അറിയാത്തവരാണെങ്കിൽ. അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോയിൽ കാണാം.